ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ മാമ്പഴം കൊണ്ടൊരു ജാമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കിളിമൂക്കൻ മാങ്ങയാണിത്. ഇതുപോലെയുള്ള 2 പഴുത്ത മാങ്ങയുടെ പൾപ്പ് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് പിന്നെ വേണ്ടത് നെയ്യാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ്. ഒരു 2 ടീസ്പൂൺ നെയ്യ് വേണം. പിന്നെ 1/2 കിലോളം പഞ്ചസാരയും വേണം. നമുക്ക് ഈ പൾപ്പിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. മാങ്ങാതെ പൾപ്പ് ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പത്തേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് മെൽട്ടായിട്ട് നമുക്ക് ഈ പൾപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഈ മാങ്ങ അടിച്ചെടുത്തിട്ടുള്ളത്. എന്നാലും ഒന്ന് വേവാനുണ്ട്. ഈ മാങ്ങയൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം. ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. മാങ്ങയുടെ പൾപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്തി കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി നല്ലപോലെ ഒന്ന് കുറുകി വരണം. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, കുട്ടികൾക്കൊക്കെ ദോശയുടെ കൂടെ കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ മാമ്പഴം നല്ലോണം ഉണ്ടാകുന്നൊരു സമയമാണ്. കേടുവന്ന് പോവും മഴ കാരണം. പ്രാവശ്യം മാവ് പൂത്തതൊക്കെ വളരെ വൈകിട്ടായതുകൊണ്ട് ഇപ്പോഴാണ് മാങ്ങയൊക്കെ പഴുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. മിക്കവാറും എല്ലാവരുടെ വീടുകളിലും കാണും മാമ്പഴം. അപ്പോൾ നമുക്കത് ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മെൽട്ടായി വരട്ടെ. നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കിത് ജാറിലോ കുപ്പികളിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.